ഈ ഗ്രൂപ്പിൻ്റെ കൂടെ ചേർന്ന് ഞങ്ങൾക്കും വാങ്ങിക്കാമായിരുന്നു. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ പി ബിജു, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായി കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾ വിമർശിച്ചാൽ പിന്നെയും ഒരു ന്യായമുണ്ട്. ഇപ്പോൾ അവർ തന്നെ ഏറ്റവും വലിയ പരാതിക്കാരായി നിന്നുകൊണ്ട് പറയുകയാണ്, ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടല്ല നിങ്ങൾ ഈ കരാർ ഒപ്പിട്ട മാനേജ്മെൻറ്റുകൾക്ക് ഫീസ് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത്. അവരിൽ ഒരു കൂട്ടരെങ്കിലും ഇത് കുറച്ച് തരാമെന്ന് പറയുന്നത് തന്നെ അവർ തന്നെ ഇത് സമ്മതിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എന്ന് പറയുന്നു. കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഞങ്ങൾ ഈ പ്രശ്നത്തെ കാണുന്നത് ലാഭനഷ്ടത്തിൻ്റെ കണക്കടിസ്ഥാനത്തിലല്ല. അങ്ങനെ കാണാൻ പറ്റില്ല. മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പാക്കണം, സാമൂഹ്യ നീതിയും ഉറപ്പാക്കണം. സാമൂഹ്യ നീതി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി, ഇപ്പോൾ ജോർജ് ബോൾ സാറ് പറഞ്ഞു, ഞങ്ങളുടെ കോളേജിൽ 4.5 ലക്ഷം രൂപയാണ് ഒരു സീറ്റിലെ ഫീസ്. ഈ 4.5 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുക്കാൻ ശേഷിയുള്ളവൻ മാത്രം ഡോക്ടറായാൽ പോരാ. അതാണ് നമ്മുടെ അല്ല, അവരും ചെയ്യുന്നുണ്ട് 10%. അത് 10% ചെയ്യുന്നുള്ളൂ. ഈ കരാറിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? 20% പട്ടികജാതി പട്ടികവർഗം, അങ്ങനെ ഒരു 3 പ്ലാറ്റ്ഫോം ആക്കിയെടുത്ത്. ആ 3 പ്ലാറ്റ്ഫോം ആക്കിയെടുത്ത് എങ്ങനെയാണ് കോടതി അത്രയും അംഗീകരിച്ചുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ ബിജു, നിങ്ങൾ ഈ 1.8 നിന്ന് ഒറ്റയടിക്ക് 2.5 ആക്കിയല്ലോ. ഈ 2.5 ആക്കി 30% നിങ്ങൾ കൂടുതൽ സീറ്റ് ഉറപ്പിച്ചു, കൂടുതൽ മെറിറ്റിലുള്ളവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി, SC BC ഇതിനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ ശ്രീ ജോർജ് പോളിൻ്റെ കണക്കുമായി ഒന്ന് തുലനം ചെയ്ത് നോക്കൂ. ഈ 30% കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കേണ്ടി വരുന്ന ഫീസ് തുകകൾ എങ്ങനെയൊക്കെയാണെന്ന് അങ്ങേക്കറിയാം. 11 ലക്ഷം ഫീസ്, 11 ലക്ഷം പലിശരഹിത ഡിപ്പോസിറ്റ്, 11 ലക്ഷം ബാങ്ക് ഗ്യാരണ്ടി, സ്പെഷ്യൽ ഫീസ്, എല്ലാം കൂടി ഒരു 35 ലക്ഷം. തിരിച്ചു ചോദിച്ചോട്ടെ, കഴിഞ്ഞ വർഷം 4 മാനേജ്മെൻറ്റുകൾ അല്ലെങ്കിൽ 5 മാനേജ്മെൻറ്റുകൾ ഈ UDF ആയി കരാറുണ്ടാക്കി. അവിടുത്തെ ഫീസ് എത്രയാണ്? റെസിഡൻ്റ് ഫീസ് 4.4 ഏകീകൃത ഫീസ് ആണല്ലോ. ആ 4.4 ലക്ഷം കൊടുത്താലല്ലേ പഠിക്കാൻ കഴിയൂ. ഞാൻ ചോദിക്കുന്നത്, ഈ 4.4 ലക്ഷം കൊടുക്കാൻ കഴിയില്ല, എന്നാൽ 25,000 രൂപ ഫീസ് ആയാൽ മെറിറ്റ് ഉണ്ട്, പഠിക്കാൻ കഴിയും. ശരിയാണ്, അവരുടെ പ്രശ്നമല്ലേ അഡ്രസ് ചെയ്യേണ്ടത്? സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ഈ 30% ചെയ്തൊരു ചെയ്തെന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളിൽ പോയി ഇതിനേക്കാൾ പഠിക്കാം, ക്രിസ്ത്യൻ മാനേജ്മെന്റുകളിൽ പോയി പഠിക്കാൻ കഴിയും. ഈ 11 എങ്ങനെ 11 ഫീസ് 11 ലക്ഷം നിങ്ങളുടെ ഈ പറയുന്ന 2.5 വെച്ചുകൊണ്ട്, പിന്നെ 11 ലക്ഷം പലിശരഹിത ഡിപ്പോസിറ്റ്. ഞങ്ങൾ കൊണ്ടുവന്നതല്ല, അതൊക്കെ പലിശരഹിത ഡിപ്പോസിറ്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇവര് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ശരിയാണ്. പക്ഷേ നിങ്ങൾക്കൊന്ന് ഇടപെട്ടുകൂടെ? നിങ്ങൾ ഈ പറയുന്ന 2.5യുടെ മഹാത്മ്യം പറയുമ്പോൾ ആ 2.5യുടെ മഹാത്മ്യം കെടുത്തിക്കളയുന്ന കാര്യമാണ് ഞാൻ. അതായത് 8.5 ലക്ഷം കൊടുത്ത് പഠിച്ചിരുന്നവർ ആ കാറ്റഗറിയിൽ വരുന്ന 150 പേർ 2.5 ലക്ഷം പഠിക്കുന്ന കാറ്റഗറിയിലേക്ക് മാറുകയാണ്. അത് ശരി. പക്ഷേ പൊതുവിൽ എടുത്താലോ, അപ്പൊ 11ലേക്ക് പോകുമ്പോൾ അത്രയും പേർക്ക് കുറയല്ലേ? ബിജു, മാനേജ്മെന്റ് സീറ്റ് നിങ്ങൾ ഉയർത്തുകയാണ്. മാനേജ്മെന്റ് സീറ്റ് ഉയർത്തുമ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സാധ്യത കുറയുകയാണ്. അതിന്റെ അരിത്തമാറ്റിക്കൽ കാൽക്കുലേഷന്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് അതിന്റെ നിലപാട്. നമ്മൾ ഈ സ്വാശ്രയത്തിന് എതിരാണ്. ഇനി എല്ലാം ശരി, ഒരു വാദത്തിന് അംഗീകരിച്ച പോലും 4.4 ഈ 11 തമ്മിലുള്ള ഒരു അന്തരം ശ്രീ ജോർജ് പോൾ അല്ല, അവർ ഫ്ലാറ്റ് ഫീസാണ്. അവർ ഫ്ലാറ്റ് ഫീസാണ്. ഗവൺമെന്റ് കരാർ ഉണ്ടാക്കുമ്പോൾ ഗവൺമെന്റിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ആർക്കാണ് ഫീസ് ഇളവ് നൽകേണ്ടത്? അവിടെയാണ് പ്രശ്നം. ഇതിലെ സാമൂഹ്യ നീതിയുടെ കാര്യമാണ് ബിജു ഉന്നയിക്കുന്നത്. അല്ല, ഇതിനകത്ത് ഇവർ പറഞ്ഞ പോലെ സീറ്റ് ഉറപ്പാക്കിയെങ്കിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ, അവസാനം ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജ് വലിയ വിഷയത്തിലേക്ക് പോവുകയാണ്. 4ാമത്തെ വർഷത്തിൽ നിൽക്കുകയാണ്. ഇത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം അവസാന വർഷം കിട്ടുമെന്ന് സംശയത്തിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ 4 കോളേജുകളിൽ ഈ കുട്ടികളുടെ 100% മെറിറ്റ് കിട്ടുന്ന കോളേജുകളിൽ അതെന്തുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല? അല്ല, ഞാൻ പറയട്ടെ, സാമൂഹ്യ നീതിയുടെ കാര്യം ചോദിച്ചു. അതിനുള്ള മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ മറുപടി പറയാം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ സ്ഥിതി എന്താ? അവരവിടെ പഠിക്കുന്നുണ്ടോ? അവരെ നിങ്ങൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മറ്റു കോളേജുകളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയാണ്. എന്താ ആരാ കേരളം ഭരിച്ചിരുന്നത്? ഇവിടെ ഉമ്മൻചാണ്ടി പറയുന്നത് ആ വിദ്യാർത്ഥികളെ അങ്ങോട്ടേക്ക് മാറ്റിയതിന്റെ കാരണം SFI ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പാണെന്ന്. SFI ഉമ്മൻചാണ്ടി പറഞ്ഞതാണ്. അദ്ദേഹത്തിനുള്ള മറുപടിയായിട്ട് പറഞ്ഞാൽ മതി. SFI അവിടെ പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയെന്നല്ല, അങ്ങനെയല്ല. മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുമ്പോൾ മെഡിക്കൽ കോളേജുകളുടെ ഭൗതിക സാഹചര്യം ഉണ്ടാവണം. ഇവിടെ എന്താ ചെയ്തത്? ഈ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അവിടെ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. 50 വിദ്യാർത്ഥികളെ എവിടെ നിന്ന് മാറ്റിയത്, അധ്യാപകരെ മാറ്റുന്നു, അതൊക്കെ SFI ആണ് അതിന്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടി പറയുകയായിരുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒഴിച്ചാൽ ബാക്കി കേരളത്തിൽ വന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളൊക്കെ ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടല്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ഒരു മെഡിക്കൽ കോളേജിന്റെ പൂർണ്ണാർത്ഥത്തിൽ സൗകര്യങ്ങളോടെ ഇവയൊന്നും ഇപ്പോഴും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുമില്ല. അല്ല, ഇപ്പൊ 21 കോളേജുകൾ അധികാരത്തിൽ വന്നത് മെയ് മാസമാണ്.
ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് മെയ് മാസമാണ്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ഉറപ്പാക്കേണ്ടതും കോളേജുകൾക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ബിജു ഇവിടെ ഈ ഗോകുലത്തിന് 50 അധികം കിട്ടിയല്ലോ, അതിൽ നിങ്ങൾ 25ന്റെ കണക്കെടുത്തല്ലോ, അതും ഈ MCA അംഗീകാരം കൊടുക്കുന്നതാണല്ലോ. എന്ത് ഉറപ്പുകൾ കൊണ്ടാണ്? ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ, പിന്നെ ഇതുവരെയുള്ള പെർഫോമൻസിലെ ഒരു ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ. സർക്കാർ അതിനേക്കാൾ എത്രയോ വലിയ ഉറപ്പ് കൊടുക്കണം. അങ്ങനെയെങ്കിൽ MCAക്ക് ശരി, ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം, അതുപോലെ തന്നെ പാരിപ്പള്ളിയുടെ കാര്യത്തിൽ അല്ല, ഇത് ജനറൽ ഹോസ്പിറ്റലിൽ MCA അനുകൂലമെങ്കിൽ, കേന്ദ്ര സർക്കാർ അനുകൂലമെങ്കിൽ പിന്നെ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കരുത്. ഒരു ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമില്ലാതെ കോളേജുകൾ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. MCA പറഞ്ഞല്ലോ ഇതിന് അംഗീകാരം തരാം 100 സീറ്റുകളെന്ന്. നിങ്ങൾ ഈ പറയുന്ന സാമൂഹ്യ നീതി എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ MCA അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോളേജ് അഡ്മിഷൻ നടക്കുമല്ലോ. MCA അംഗീകാരം കൊടുത്തില്ല. അത് ഇവരിങ്ങനെ പുകമറ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. MCA പറഞ്ഞത് എന്താ? നിങ്ങൾ ഇന്ന സാഹചര്യം, ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയാൽ നിങ്ങൾ കോളേജുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇവർ ചെയ്തതെന്താണ്? ഇവരിപ്പോൾ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ, ആ ജനറൽ ഹോസ്പിറ്റൽ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ആശുപത്രി, ആ ആശുപത്രിയിൽ ഒരു ബോർഡ് മാറ്റി വയ്ക്കുകയാണ്. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ആശുപത്രി, മെഡിക്കൽ കോളേജ്. അവിടെയാണ് അനിൽ അക്കരെ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ 23 മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷനിലെ 23 മെഡിക്കൽ കോളേജുകളുടെയും ഗുണനിലവാരം നിങ്ങൾ പരിശോധിക്കുകയോ അതിനനുസരിച്ച് തരാതരമാക്കിയിട്ടുണ്ടോ? ഫീസ് ഇല്ല. ഇന്നലെ തുടങ്ങിയവർക്കും MES പോലെയുള്ളവർക്കും ഒക്കെ ഒരേ നിലവാരവും ഒരേ ഫീസും ഒക്കെയാണ് നിങ്ങൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തുള്ള പ്രശ്നം എന്താ സാർ? ഞങ്ങളല്ല, ഗവൺമെൻറ് അല്ല, ഇവർ ഭരിക്കുമ്പോഴും ഗവൺമെൻറ് അല്ല ഫീസ് നിശ്ചയിക്കേണ്ടത്. ഫീസ് നിശ്ചയിക്കാനുള്ള അവകാശം TMA പൈ കേസായിരുന്നാലും ഇനാംദാർ കേസായിരുന്നാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റുകൾക്കുണ്ട്. നമുക്കൊരു കമ്മീഷൻ വെച്ച് ഇടപെടാനേ പറ്റൂ. ആ കമ്മീഷനാണ് ജെയിംസ് കമ്മിറ്റി. ആ ജെയിംസ് കമ്മിറ്റിക്ക് നിയമപരമായിട്ട് ഇടപെടാനേ പറ്റും. അതാണ് ഇപ്പോൾ കേസിന് പോകുന്നത്. നമുക്ക് ഫീസ് നിശ്ചയിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ ഇപ്പോൾ കരുണ മെഡിക്കൽ കോളേജിനെതിരെ സുപ്രീം കോടതി പോകുമെന്ന് ആരോഗ്യമന്ത്രി പറയുന്നില്ലല്ലോ. ഈ ഗവൺമെൻറ്റിന് ഫീസ് നിശ്ചയിക്കാനുള്ള അവകാശമില്ല. ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നത് ഈ ഫീസുമായി ബന്ധപ്പെട്ടുള്ള റെഡ്യൂസ് ചെയ്യണം. ഇപ്പം ജോർജ് പോൾ സാർ ഉണ്ടല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിച്ചിരുന്ന ഘട്ടത്തിൽ, ഇപ്പോഴല്ല, കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിച്ചിരുന്ന ഘട്ടത്തിൽ ഗവൺമെൻറ്റുമായി കരാറിൽ ഏർപ്പെടാത്ത സാഹചര്യത്തിൽ ഇവർ നിശ്ചയിച്ച ഫീസിനെതിരെ എത്രയോ പ്രാവശ്യം ഗവൺമെൻറ് ഹൈക്കോടതി പോയി. എന്നിട്ട് ഇവർക്ക് അനുകൂലമായിട്ടാണ് ഇവർ കൊടുക്കുന്ന കണക്കിനനുസരിച്ചാണ് ഫീസ് നിശ്ചയിച്ചത്. സംശയമുണ്ട്, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? സാമൂഹ്യ നീതിയും നിങ്ങൾ ഈ ഗവൺമെന്റിനെതിരായി ഫീസ് നിശ്ചയിക്കേണ്ട കാര്യത്തിൽ ഗവൺമെന്റ് അവകാശമില്ല നിങ്ങൾ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടോ? ഏതാ? കഴിഞ്ഞ തവണ ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഈ ഫീസുകൾ 1,55,000 നിശ്ചയിക്കണം. ഇതിന്റെ അഡ്മിഷൻ നടക്കുന്ന സമയത്തും ഇതിനൊന്നും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരമില്ല, അവർക്ക് ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് നിങ്ങൾ അങ്ങനെയല്ല. ഗവൺമെന്റ് കരാർ ഉണ്ടാക്കുമ്പോൾ ഗവൺമെന്റ് ഇടപെടാം. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് 1,85,000 8.5 ലക്ഷം രൂപയും പോയത്. ആ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെരിയാർ മെഡിക്കൽ കോളേജിൽ കുറഞ്ഞത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചു, ഫീസ് കരാർ ഉണ്ടാക്കാത്ത ഒരു കോളേജിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഇപ്പൊ കരാർ ഉണ്ടാക്കാത്ത കോളേജുകൾ ഇപ്പോൾ ഓടുകയല്ലേ? ഈ ഗവൺമെന്റുമായി ഇവിടെ ഈ പലിശരഹിത ഡിപ്പോസിറ്റ് നിങ്ങളുടെ സർക്കാരിന്റെ സംഭാവനയാണ് എന്ന് വെച്ചാൽ, സർക്കാരിലേക്ക് ഈ കരാർ ഒപ്പിടാൻ തയ്യാറായി വന്ന മാനേജ്മെന്റുകൾക്ക് നിങ്ങൾ ഒരു അനാവശ്യമായ ആനുകൂല്യം കൊടുക്കുകയാണ്, പലിശരഹിത ഡിപ്പോസിറ്റ്. എന്നിട്ടാണ് ഈ പറയുന്നത്. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് ഇതെല്ലാം ശരിയായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നേനെ. അനിലക്കര, പലിശരഹിത ഡിപ്പോസിറ്റ് ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പരിഹാരത്തിന്റെ കാര്യം. പരിഹാരത്തിൽ ഫീസ് കുറച്ചുകൂടെ? പരിഹാരത്തിൽ ഈ ഗവൺമെന്റ് ഈ പറയുന്ന പലിശരഹിത ഡിപ്പോസിറ്റ് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. ബാങ്ക് ഗ്യാരണ്ടി അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. മുൻപുമില്ല, ഇപ്പോഴും ഇല്ല. പെരിയാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഏകീകരിച്ച ഫീസാണെങ്കിൽ ഓക്കെ, നമ്മൾ സമ്മതിച്ചു. ഇവിടെ പെരിയാരത്തിന്റെ കേസിൽ 1,50,000 ഉണ്ടായിരുന്നു 2 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. മറ്റ് മാനേജ്മെന്റുകൾക്ക് നിങ്ങൾ കൊടുത്ത 60,000 വർദ്ധിക്കുമ്പോൾ ഇവിടെ അത്ര വരില്ല, 2.15 വരേണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഏകീകരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാനേജ്മെന്റ് സീറ്റിൽ നിങ്ങൾ എത്രയാണ്? 6,50,000 ഉണ്ടായിരുന്ന സ്ഥലത്ത് നിങ്ങൾ 10 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. പക്ഷേ മറ്റു സ്വകാര്യ അത് കുറയ്ക്കണം എന്നുള്ളത് തർക്കമില്ല. അപ്പോഴും ഈ പറയുന്ന പലിശരഹിത ഡിപ്പോസിറ്റോ ഈ പറയുന്ന ബാങ്ക് ഗ്യാരണ്ടിയോ പരിഹാരത്തിന് വേണ്ട. മാത്രവുമല്ല, ഇവർ വന്നപ്പോൾ അത് പൂർണ്ണമായും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പ്രവേശനം നടത്തിയിട്ടുള്ളത്. കൂടാതെ തലവരിപ്പണവും അവിടെ ഇല്ല. അതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഇതിനകത്ത് വളരെ രസകരമായ കാര്യം, ഇവിടെ പിന്നെ ഒരു മാനേജ്മെന്റ് അസോസിയേഷൻ്റെ ആൾ പറഞ്ഞു മറ്റ് സംസ്ഥാനത്ത് നടത്തുന്നത് എങ്ങനെയാണ്, ഇവിടെ മറ്റ് സംസ്ഥാനത്ത് നടത്തുന്നത് സ്വകാര്യ വ്യക്തികളാണ്. ഇവിടെ ഏതെങ്കിലും സ്വകാര്യ വ്യക്തി മെഡിക്കൽ കോളേജ് നടത്തുന്നുണ്ട്? നിശ്ചയമായും
പല കോളേജുകളും സ്വകാര്യ വ്യക്തികൾ എവിടെ? പാർട്ണർഷിപ്പ് അടിസ്ഥാനത്തിൽ ഇവിടെ സ്വകാര്യ വ്യക്തികളില്ല. അല്ലല്ല 25 ലക്ഷം വെച്ച് അല്ല, ഞാൻ പറയട്ടെ. 25 ലക്ഷം വെച്ച് പാർട്ണർഷിപ്പ് ആക്കിക്കൊണ്ട് അല്ല, ഞാൻ പറയട്ടെ, മെഡിക്കൽ കോളേജ് ട്രസ്റ്റ് ആക്ട് അനുസരിച്ചും അതുപോലെ തന്നെ പിന്നെ ചാരിറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സൊസൈറ്റികളും ട്രസ്റ്റികളുമാണ്. ഗോകുലാര നടത്തുന്നത് ട്രസ്റ്റിയാണ് ട്രസ്റ്റി. കേരളത്തിൽ കമ്പനികൾ കോളേജ് നടത്തുന്നുണ്ടോ? 15 ഏക്കറിൽ കൂടുതൽ അവർക്ക് ഭൂമി വെക്കാൻ പറ്റും? അവര് വ്യക്തികൾ അല്ല, ഒരു മിനിറ്റ്, ഞാൻ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറയരുത്. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് അല്ല, അങ്ങനെയല്ല അനിൽ, ഈ പറയുന്നതിനകത്ത് പങ്കാളികളായിരിക്കുന്നവർ 25 ലക്ഷമൊക്കെ വെച്ച് അതാ ഞാൻ പറഞ്ഞത്. അവർക്ക് അവരുടേതായ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, അത് വാണിജ്യ താല്പര്യം തന്നെ. അതാ ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടത്തുന്നത് സ്വകാര്യ കമ്പനികൾ, സ്വകാര്യ വ്യക്തികൾ. ഇവിടെ നടത്തുന്നത് ട്രസ്റ്റ് ആക്ട് അനുസരിച്ചാണ്. ഇവർക്ക് നോ ലോസ് നോ പ്രോഫിറ്റ് ആണ്. ഒരു മിനിറ്റ്, അനിൽകുമാർ വള്ളി, നിങ്ങൾ ഈ പറയുന്നത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലേക്കാളും കുറവ് ഇവിടെയാണ് സ്വകാര്യ സ്വാശ്രയ മേഖലയിൽ ഫീസ് എന്നാണ്. എന്നിട്ട് പോലും ഇവിടെ ഇത്രയും വലിയ കലഹമെന്നാണ്. അവിടെയാണ് അനിലക്കര ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അവിടെയൊക്കെ സ്വകാര്യ ട്രസ്റ്റുകളല്ല, കമ്പനികളാണ്. അവിടെ കമ്പനികൾ, വ്യക്തികൾ നടത്താൻ. ഇവിടെ നടത്തുന്നത് ട്രസ്റ്റിയാണ്. ഇവിടെ ട്രസ്റ്റുകളാണ് നടത്തുന്നത്. ശരിയാണോ? അനിലക്കരയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു പ്രധാന കാര്യം പറയാം. ഇന്ത്യയിലാകമാനം ശാസ്ത്രീയ കോളേജുകൾക്ക് ഒരു നിയമമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഐദർ എ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർ എ സൊസൈറ്റി ക്യാൻ റൺ എ മെഡിക്കൽ കോളേജ്. എവിടെയും കമ്പനികളൊന്നും എവിടെയും മെഡിക്കൽ കോളേജ് നടത്തുന്നില്ല, നടത്താൻ പറ്റുകയുമില്ല. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ ഇപ്പോൾ നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ മെഡിക്കൽ കോളേജ് നടത്താൻ അവകാശമുള്ളൂ, അവർക്ക് പെർമിഷനും കിട്ടുകയുള്ളൂ. അത് തീർത്തും അസ്ഥാനത്തുള്ള ഒരു ധാരണയാണ്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് കേരളത്തിൽ നിങ്ങൾ നടത്തുന്നത് പിന്നെ നിങ്ങളുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ട്രസ്റ്റി ആക്ട് അനുസരിച്ചും അതുപോലെ തന്നെ ചാരിറ്റി ആക്ട് അനുസരിച്ചുമാണ്. നിങ്ങളെ ട്രസ്റ്റികൾ ഈ ഇറക്കുന്ന മുതൽ നിങ്ങൾ ഏതെങ്കിലും പിന്നെ അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു ബിസിനസിന്റെ ഭാഗമായി ലഭിച്ച ലാഭം ചാരിറ്റി ഭാഗമായി ചെലവഴിക്കുന്നതാണോ? നിങ്ങൾ തിരിച്ച് ഇന്ന് റിട്ടേൺ എടുക്കുന്നില്ലേ? നിങ്ങളെ ട്രസ്റ്റികൾ ഒരു രൂപ പോലും നിങ്ങൾ ഇന്ന് റിട്ടേൺ എടുക്കുന്നില്ലേ? നിങ്ങൾ അവിടെ പലരും PROകളായും അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ സ്റ്റാഫുമായിരുന്നു വലിയ ജോലി ചെയ്യുന്നു എന്ന പേരിലെടുത്ത് വലിയ ശമ്പളം നിങ്ങൾ മടക്കി വാങ്ങുകയാണ്. അല്ലാതെ നിങ്ങൾ മുടക്കുന്ന 25 കോടി രൂപയും 50 കോടി രൂപയും ചാരിറ്റി ആക്ട് അനുസരിച്ച്, കോപ്പറേറ്റീവ് ചാരിറ്റി ആക്ട് അനുസരിച്ച് നിങ്ങൾ ഇവിടേക്ക് സംഭാവന കൊടുത്താണോ? 25 ലക്ഷം. അനിൽകുമാർ വള്ളിൽ മറുപടി, എന്നിട്ട് എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ഇതിന് മറുപടി പറയും. നിങ്ങൾ 25 കോടി രൂപയും 25 ലക്ഷം രൂപയും സംഭാവന കൊടുത്തതാണോ ഈ ട്രസ്റ്റുകൾക്ക്? അല്ല, മറുപടി പറയൂ. അല്ല, ഒരു 25 ലക്ഷം രൂപ സംഭാവനയായി നിങ്ങൾ കൊടുത്തതാണോ ഒരു ചാരിറ്റി ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ ട്രസ്റ്റി ആക്ട് അനുസരിച്ച്? വെറുതെ ഫ്രീ ആയിട്ട് കൊടുത്താ? 25 ലക്ഷം രൂപ സംഭാവന കൊടുത്തെന്ന് ആരാ പറഞ്ഞത്? മെഡിക്കൽ കോളേജിൽ ലോൺ ആയിട്ട് എമൗണ്ട് റേസ് ചെയ്യാം. അതെ, ലോൺ ആയിട്ട് ട്രസ്റ്റിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം ട്രസ്റ്റിൽ ലോൺ റേസ് ചെയ്യാം. ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലോൺ റേസ് ചെയ്യാം, ഇൻഡിവിജ്വൽസിന് ലോൺ റേസ് ചെയ്യാം. ആ ലോണൊക്കെ നമുക്ക് പലിശയോടെ തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. അതിനൊന്നും എന്റെ ചോദ്യം ഉത്തരമാണ്. ട്രസ്റ്റി മുടക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു രൂപ പോലും ഒരു ട്രസ്റ്റിയും ഏതെങ്കിലും ഒരു രൂപത്തിൽ മടക്കി വാങ്ങുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ലോണിന്റെ വിഷയം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ട്രസ്റ്റി മുടക്കുന്ന മുതലിനകത്ത് തിരിച്ചു വാങ്ങുന്നുണ്ടോ ട്രസ്റ്റി? നമുക്ക് ലോക്കൽ ഫണ്ടിനെ വെച്ച് ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇത് അന്വേഷിക്കാൻ ലോക്കൽ ഫണ്ടിന് കഴിയും. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നിങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? സാധാരണ രീതിയിൽ ട്രസ്റ്റിന് ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ട്. ആ കോർപ്പസ് ഫണ്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഫണ്ടുകളും നമ്മൾ ലോണായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ടായിട്ടോ റേസ് ചെയ്യുന്നതാണ്. അത് ശരി, ഞാൻ ഇടപെടുകയാണ്. എനിക്കൊരു ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് നാളത്തെ യോഗത്തിൽ നേർവഴി തെളിയുമോ? ഇടവേളയ്ക്ക് ശേഷം.